ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു, ചായ എടുത്തു, നോർമൽ ക്രിഞ്ച് പരിപാടി അതിൻ്റെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ചായ കൊടുക്കുക, ചായ കുടിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് ജോമോനെ കല്യാണം കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ്? സൂപ്പർ സൂപ്പർ അല്ലേ? രാവിലെ തന്നെ ഉറക്കം വരുമെന്ന് പറയുന്നേ. അപ്പം ഞാൻ നമ്മുടെ ഇന്നലത്തെ പാല് കഴിക്കും. ഞാൻ പാല് ജോമോ വൈകാണ് കേട്ടോ കഴിച്ച്. ഈ പാലിലേടെ ഗ്ലാസ് അല്ല ഇത്, പക്ഷേ എനിക്ക് വൈൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഒരു ഗ്ലാസ് പെൻഡിങ് വന്നതുകൊണ്ട് ഇതിലാക്കി. ഞങ്ങളുടെ ഫ്രണ്ട്സ് റെഡിയാക്കിയതാണ് കേട്ടോ. ഇനി അടുക്കളയിലോട്ട് പോകാം. ഇനി ഉറങ്ങാൻ പോവാണോ? ഇത് നന്നായിട്ടുണ്ട്. ഇപ്പോഴാണ് കാഞ്ചനമാലയിലെ എന്നിട്ട് ബ്രഷ് ചെയ്യേണ്ട ടൈമായി. ഇപ്പോഴത്തെ വീണ്ടും ഒന്നേന്ന് ഉറങ്ങണ്ടേ. എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ, ആരെങ്കിലും വരുന്നത്. അപ്പോൾ അങ്കിളും മക്കളും വരുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയുള്ള ഫുഡോ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാം. കം ഓൺ. അമ്മയെ കാണുന്നില്ലേ? അമ്മ കഴിഞ്ഞിട്ട് അമ്മ അങ്കിളും പിള്ളേരുമായിട്ട് വരുമെന്ന് പറഞ്ഞു. രാവിലെ വന്ന് ജസ്റ്റ് അങ്ങനെ എന്തോ ഒരു ചടങ്ങുണ്ടെന്ന് പറയണല്ലോ, ആര് ബന്ധുക്കളാരെങ്കിലും വന്ന് നോക്കാം അങ്ങനെ ഉണ്ടോ. രാവിലെ ജസ്റ്റ് വന്നിട്ട് പോകുന്നു. അമ്മ ഒരു ഹായ് പറയോ ക്യാമറയിൽ നോക്കി? ഹായ്. ഇതാണ് കേട്ടോ അമ്മ. പല്ലിച്ചിട്ട് വരാവേ. അല്ലേ, ഒരാൾ ഇപ്പോഴാണ് പല്ല് തേക്ക് എണീറ്റ് വരുന്നത്. ഇവിടെ ചിന്തിപ്പിച്ചിട്ട് വന്നില്ലായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് വരുന്നത്. ഇവിടെ വീട്ടിൻ്റെ ബാക്കിൽ ഹണിമൂൺ കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ. അത് രണ്ടാമത്തെ ദിവസം ഹണിമൂൺ വീട്ടിൻ്റെ ബാക്കിൽ. ബ്രഷ് ചെയ്ത് നമ്മൾ ഹണിമൂണിന് പോവുകയാണ്. ട്രക്കിംഗ് ചെയ്യുവാണ്, ഹണിമൂണാണ്. ഹണിമൂണിൻ്റെ ഭാഗമായിട്ടുള്ള കല്ലറ കാണലാണ്. ഇപ്പോൾ കുരങ്ങൻ കണ്ടോ? കുരങ്ങൻ എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഹണിമൂൺ? നമ്മുടെ ഹണിമൂൺ ഭീകര ഹണിമൂണായിട്ടുണ്ട്.
അപ്പം ഞങ്ങൾ ഹണിമൂൺ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിനി അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ ഹട്ടിലോട്ട് പോവുകയാണ്. സോറി, വിൻറ്റേജ് റിസോർട്ടിലോട്ട് പോവാണ്. നമ്മൾ ട്രഡീഷണൽ രീതിക്കുള്ള റിസോർട്ട് നടത്തിയത്. അപ്പം ട്രഡീഷണലി ഉള്ള വീട്ടിലോട്ട് നമ്മളിനി പോവുകയാണ്. അത് എൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാട്ടിലോട്ട് കയറി ഹണിമൂൺ വളരെ വിജയകരമായി നടത്തിയിരിക്കുകയാണ്. എന്തൊക്കെ കണ്ടു? അതെ, ട്രഡീഷണൽ ഫുഡ് കിട്ടും. പിന്നെ നമ്മൾ എന്തൊക്കെ കണ്ടു മാളും? കുരങ്ങനെ കണ്ടു, ആടിനെ കണ്ടു, കല്ലറ കണ്ടു. അപ്പം നമ്മൾ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ദോശയുണ്ട്, പപ്പടമുണ്ട്, സാമ്പാറുണ്ട്, ചമ്മന്തിക്കറിയുണ്ട്, 2 മുട്ടയുണ്ട്. ഈ മുട്ട ഞാൻ അടിച്ച് മാറ്റുകൊണ്ട് പോക്കറ്റില്ല. റിസോർട്ടിലെ ഇതിവിടെ വെച്ച സാമ്പാറാണോ? നമ്മളീ കല്യാണം കിട്ടുമ്പോഴത്തെ ആ ഒരു ടേസ്റ്റ് നല്ല രസമാണല്ലോ. അപ്പം ഇന്നേ ഉള്ളൂ, നാളെ ഇനി ഇതൊന്നും കിട്ടൂല. നമ്മള് ഇവിടെ തന്നെ പറഞ്ഞു ഇങ്ങനെ ഉറക്കം വന്നിട്ട് ഇരിക്കാൻ വയ്യ. എനിക്ക് വീട് മാറിയോണ്ട് ഉറക്കം വന്നു. ഞാൻ ഉറക്കത്തിൽ നോക്കിയപ്പോ എണീറ്റിരിക്കുന്നു. കുറച്ചു നോക്കിയപ്പോ കഥ പറഞ്ഞ് പുറത്തോട്ടാണ്. ഞാൻ വിചാരിച്ചു ഞാൻ വീട്ടിൽ പോകണം. വീട്ടിൽ രാത്രി പോകണം. പിന്നെ ഞാൻ വിളിച്ച് കൈപ്പിടിച്ചോണ്ടാവുന്നത്. അതിന് പോവാറേ അങ്ങനെ ഇന്നലെ ഇറങ്ങിപ്പോയില്ലേ. ഇന്നലെ എങ്ങനെയാണ് ഇന്ന് കയ്യില് കെട്ടിയിട്ട് കട്ടിലിൽ കെട്ടിയിട്ടേക്കണം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അങ്കിളും ക്രിസ്ത്യനൊക്കെ വന്നിരിക്കുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിത്തന്ന ആളാണ് കേട്ടോ. ഇവർ ഗോപ്രോ ഇതുവരെ കണ്ടില്ല, ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. എങ്ങനെയുണ്ട് ക്രിസ്റ്റി ഗോപ്രോ? തെറ്റ് സാധനം ചുറ്റി അവർ വീട് കാണുകയാണ് കേട്ടോ, ചുറ്റി എങ്ങനെയാന്നൊക്കെ. ടൂറിസ്റ്റ് നിൽക്കുന്നുണ്ട്. അങ്കിളൊക്കെ വന്നിട്ട് പോകാൻ നിൽക്കാണ് കേട്ടോ. പിള്ളേരെ പറ്റിക്കുന്ന തോക്കുമായിട്ട് ഇറങ്ങി. തീപ്പെട്ടിയുടെ അത്രയുള്ളൂ. എടാ ഇന്ന് അവര് വരുന്നു വൈകിട്ട്, അപ്പൊ പോവാം. പപ്പ അമ്മയൊക്കെ വൈകിട്ട് വരുമല്ലോ, അപ്പ ഇവരെ വിടാം. ചോറല്ലെങ്കിലും കഴിക്കും. ആരാ വലിയ അറിയരുതോ? ആരാ മനസ്സിലായില്ല? ആരായിരുന്നു? മനീഷ മോഹനോ? അറിയാമോ? ഇല്ല. ഗൈസ് ആദ്യമായിട്ട് പണിയെടുക്കുവാണ് ഗൈസ്. ഇത് ആദ്യമായിട്ട് പണിയെടുക്കുന്ന മാളവിനെ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നുണ്ട്. ഇനിയിപ്പോ പറയും എനിക്ക് ട്രിപ്പിടാൻ കൊണ്ടുപോകണം, എന്റെ ട്രിപ്പിടോ. അപ്പൊ നമ്മള് ഊണിന് സമയമായി, ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫുഡിന് എന്താണെന്ന് ജോമോൻ അതിന് ഫുഡ് കഴിക്കാൻ റെഡി ആയിരിക്കുകയാണ്. എന്താ സ്പെഷ്യൽ? ഇപ്പോൾ പറയാനാണത് ചിക്കൻ മുളകിടാത്തത്. ഇതെന്തുവാ? രസം പോലെ ഇരിക്കുന്നു.
വെണ്ടയ്ക്ക ചിക്കൻ ചിക്കൻ മുളകിട്ട് ഉണ്ടായിട്ടോ. എനിക്ക് കഴിക്കുന്ന ഒരു ഫീലുണ്ട്. അല്ലെങ്കിൽ ഞാൻ എരിയില്ലാത്ത ചിക്കൻ വെച്ച്. പിന്നെ അമ്മേൻ്റെ അച്ചാറുണ്ട്. ഇതെന്തോ സാമ്പാർ. എനിക്ക് പരിപ്പക്കറി കഴിക്കാം. അമ്മ കഴിക്കുന്നില്ലേ? അമ്മ കഴിക്കുന്നില്ലേ? ചിക്കൻ ഇല്ലാത്ത ചിക്കൻ വേണോ? വൈകിട്ടായപ്പോൾ അമ്മയും പപ്പയും വന്നിട്ട് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പ്രാർത്ഥന കൂടെ ഉണ്ടായിരുന്നു. ഒരു ഓർമ്മ പ്രാർത്ഥനയായിരുന്നു. ചുമ്മൻ്റെ പപ്പയുടെ അനിയൻ മരിച്ചതിൻ്റെ ഓർമ്മ പ്രാർത്ഥനയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ പപ്പയും അമ്മയും വന്നിരിക്കുകയാണ്. ഫുഡ് സെർവ് ചെയ്യാണ് കേട്ടോ. അവിടെ എല്ലാവരും ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. ഒളിച്ചല്ല, ഞാൻ ഷൂട്ട് ചെയ്യണമല്ലോ. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അല്ല കേസ്. ഇപ്പം അവരുടെ തൊട്ടിപ്പോൾ അവർ എന്നിട്ട് നമുക്കിത് ഗിഫ്റ്റ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ അൺബോക്സിങ് നമ്മൾ പപ്പ വെരി വേസ്റ്റ് ചായ. കഴിക്കുന്നതൊക്കെ തെറ്റിലാണ്. അമ്മ എവിടെ പോയി? അമ്മയെ കാണിച്ചില്ല. അടുക്കളയിൽ അമ്മയെ കാണിച്ചില്ല. ഇതുപോലെ ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കേ അമ്മ ഇവിടെ നിൽക്കുന്ന കേട്ടോ. അമ്മ ഹായ് പറ. ഹായ് ബൈ. അല്ല ബൈ അല്ല ഹായ്. പപ്പേരടുത്ത ചായ ചായ എടുത്ത് വെച്ചിട്ട് ഒരു വേസ്റ്റ് ചായ മൂർക്കാണ് കേട്ടോ. ഈ ബോക്സ് അത് ചേട്ടൻ തരുന്നതാണ്. കുറച്ച് വേറെ ഉണ്ടോ? എല്ലാം സ്കാൻ ചെയ്ത് ഓ അതൊന്നും വേണ്ട. നമ്മളിത് കഴിച്ച് സഹായിക്കാൻ ആദ്യമായിട്ട് മനുഷ്യരെ വിട്ടു മനുഷ്യനെ കഴിക്കുന്നത്. ഒന്നും കഴിക്കാത്ത ചേട്ടനെ കൊണ്ട് ഞാൻ കൈ പിടിക്കാതെ ഈ പ്രതീക്ഷ ഐസ്ക്രീം കഴിക്കാൻ വല്ല പോണം പോയിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. വലിയ പാക്ക് ഒരുമിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ. അതാണൊരു വല്ലാത്തൊരു ജിമ്മിൽ പോകുന്നു, രണ്ട് ജോഗിങ് ചെയ്യുന്നു. അപ്പൊ അത് രാത്രി ആയിട്ടുണ്ട്. ഞങ്ങൾ രാത്രിയും ഫുഡും കൂടെ കഴിച്ചിട്ട് ഉള്ള പരിപാടിയിലാണ്. ഫുഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പമാണ്. ഇടിയപ്പിന് ചിക്കൻ കറിയാണ്. ചിക്കൻ കറി കാണാനില്ലല്ലോ ഇതിൽ. ചിക്കൻ കറി എടുക്കാൻ ഒരുങ്ങുന്നുള്ളൂ. ഇതാണ് നമ്മുടെ നൈറ്റ് ഫുഡ്. ഞങ്ങൾ ഇതും കൂടെ കഴിച്ചിട്ട് കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. നല്ല ക്ഷീണം ഇപ്പോഴും ഉണ്ട്, പോയിട്ടില്ല. അല്ലേ മാമി? ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ കുറച്ച് ഉറങ്ങിയാൽ എൻ്റെ കണ്ണം കണ്ടില്ലേ, നല്ല ടയർഡായിരിക്കുവാണ്. അപ്പം ഞങ്ങൾ എന്നിട്ട് ഇതുകൊണ്ട് കഴിച്ചിട്ട് കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പം എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ ബൈ.